ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. ഇന്ന് നമ്മൾ എന്താണ് സ്റ്റേജ് 2 അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ എന്ന് നോക്കും. ആദ്യമായി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയാം. അതായത് ഒരു വലിയ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോലെ, അതായത് ഒരു FIIs അല്ലെങ്കിൽ DIIs, അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സോൺ ആണെന്ന് ഇത് പറയാം. അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനു മുമ്പ് നമുക്ക് സ്റ്റേജ് 2 എന്നാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്ന്. ഈ സ്റ്റേജ് 2 അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് സ്റ്റാൻ വെയ്ൻസ്റ്റീന്റെ സ്റ്റേജ് അനാലിസിസ് നിന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് അക്കോർഡിംഗ് ടു സ്റ്റാൻ വെയ്ൻസ്റ്റീൻ 4 സ്റ്റേജാണ് ഒരു സ്റ്റോക്കിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്നത്. ആദ്യത്തെ സ്റ്റേജാണ് സ്റ്റേജ് 1. അത് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും. അതിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ കാണില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേജ് 2 അപ് ട്രെൻഡ്. ഇതില് പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസ് സോണിനെ ബ്രേക്ക് ചെയ്യുകയും ഒരു അപ്വേർഡ് മൊമെന്റത്തിൽ അതിന്റെ പ്രൈസ് കയറി വരികയും ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് 3. ഇതില് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും മുകളിലേക്ക് വരുമ്പോൾ അത്ര ഒരു സ്പീഡിൽ പ്രൈസ് മൂവ് ആവാതെയും ഒരു സൈഡ് വേസ് സോൺ പോലെയുള്ള ഒരു സോണിൽ ഈ പ്രൈസ് അകപ്പെട്ട് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്റ്റേജ് 3. അടുത്ത സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4ൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും കൂടുതലും കാണുന്നത്. സ്റ്റേജ് 4ൽ വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഡിക്ലൈൻ ആവുകയും പ്രൈസ് താഴേക്ക് വരികയും ആണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഒരു ലൈഫ് സൈക്കിളിൽ ഇനിയും കുറെ ടോപ്പിക്സ് വരാനുണ്ട്. അതായത് സപ്ലൈ സോണും ഡിമാൻഡ് സോണും. നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമുക്ക് ഇനി എന്തുകൊണ്ട് ഈ ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു നോക്കാം. ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്റ്റേജ് 1 കഴിഞ്ഞ് സ്റ്റേജ് 2ലേക്ക് വരുമ്പോൾ ഒരു കൺഫർമേഷൻ ആണ് വരുന്നത്. അതായത് ട്രെൻഡ് കൺഫർമേഷൻ ആണ് ഇവിടെ വരുന്നത്. സ്റ്റേജ് 1ൽ നമുക്ക് വരുന്ന ഒരു അക്യൂമുലേഷൻ സ്റ്റേജ് ആണെങ്കിൽ സ്റ്റേജ് 2ലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രെൻഡ് ഒരു അപ് ട്രെൻഡ് കൺഫർമേഷൻ വരികയാണ്. അതായത് സ്റ്റേജ് 1 എന്ന് പറയുന്ന സോണിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റേജ് 2ലേക്ക് ഈ സ്റ്റോക്ക് കടക്കുകയാണ്. രണ്ടാമതായി സ്റ്റേജ് 2ൽ വരുന്ന സ്റ്റോക്കുകൾ എപ്പോഴും ലിക്വിഡിറ്റി ഹൈ ആയിരിക്കും. ഇത്തരത്തിൽ ലിക്വിഡിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ, വോളിയം വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ബിഗ് ഇൻവെസ്റ്റേഴ്സിന് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈസിയായി എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നു. മൂന്നാമതായി വരുന്നത് മൊമെന്റമാണ്. ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. അതായത് ഈ സ്റ്റോക്ക് ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ടോ, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺസ് ഈ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ടോ, പിന്നെ ഇതിന്റെ ഏർണിംഗ്സിൽ വരുന്ന ഒരു അപ് ട്രെൻഡ് ആണ്. ഈ പറയുന്ന 3 കാര്യങ്ങളും കോമൺ ആയിട്ട് സ്റ്റേജ് 2 സ്റ്റോക്കിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. നാലാമതായി വരുന്നൊരു കാര്യം ഈ സ്റ്റോക്കിലുള്ള ഫണ്ടമെന്റലി വരുന്ന ഒരു കൺഫർമേഷൻസ് ആണ്. അതായത് മിക്കവാറും സ്റ്റേജ് 2 സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടിലേക്ക് വരുന്നത് ഒരു നല്ല ഏർണിംഗ്സ് റിപ്പോർട്ട് വരികയും അല്ലെങ്കിൽ മാനേജ്മെന്റ് ചേഞ്ചസ് അല്ലെങ്കിൽ സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ്. അതുപോലെ തന്നെ സ്റ്റേജ് 2ൽ വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും മീഡിയയും അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റുകളും അതുപോലെ തന്നെ മാർക്കറ്റും ഈ സ്റ്റോക്കിനെ നോട്ടീസ് ചെയ്യുന്നത്. ഈ ഒരു സമയമായിരിക്കും ബിഗ് ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടൈം. ഇനി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സ്റ്റേജ് 2 സ്റ്റോക്കുകൾ കണ്ടെത്താമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം വരേണ്ടത് ബ്രേക്ക് പോയിന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പൊസിഷണൽ സ്കാനർ സെക്ഷനിൽ വന്നാൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് 2 എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ സ്റ്റേജ് 2വിൽ വന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. ഇതുവരെ 495 സ്റ്റോക്കുകളാണ് 2000-ൽ പരം വരുന്ന സ്റ്റോക്കുകളിൽ നിന്ന് സ്റ്റേജ് 2 ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടി കൂടുതൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വോളിയം ട്രെൻഡ് മനസ്സിലാക്കാം. വോളിയം ട്രെൻഡ് സ്ട്രോങ് ബുള്ളിഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെയും സ്റ്റോക്കുകളുടെ എണ്ണം കുറയുന്നു. ഇവിടെ ഇപ്പോൾ 72 സ്റ്റോക്സ് മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ആയിട്ട് വരുന്നുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് ഒരു ട്രെൻഡിന്റെ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ MACD നമുക്ക് ബുള്ളിഷ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഫിൽട്ടറായി അത് 56ലേക്ക് വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു പൊസിഷണൽ സ്കാനറിന്റെ സഹായത്തോടെ സ്റ്റേജ് 2വിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഈ പൊസിഷണൽ സ്കാനറിലുള്ള മറ്റൊരു ഇൻഡിക്കേറ്ററാണ് ADX. അതായത് നമുക്ക് ട്രെൻഡിന്റെ സ്ട്രെങ്ത് ADX വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സ്ട്രോങ് ബുള്ളിഷാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാം. ഇപ്പോൾ ADX ട്രെൻഡ് സ്ട്രോങ് ബുള്ളിഷ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്നത് 8 സിമ്പിൾസ് ആണ്. ഇതിന്റെ ചാർട്ട് നോക്കാം. നമുക്ക് ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യ നോക്കിയാൽ മനസ്സിലാവും റീസെന്റ് വരുന്ന മൂവ് ഏകദേശം 12% ഒക്കെയാണ് 3 ഡേയ്സിനുള്ളിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് ഇത് ബേസിൽ നിന്നും വന്ന മൂവ് ഏകദേശം 30% ആണ് 4 ദിവസം കൊണ്ട് തന്നെ. ഇതും ഒരു ബേസിൽ നിന്ന് വന്നേക്കുന്നത് 14% ആണ്. അടുത്തത് ആർ പവർ ആണ്. ആർ പവർ അതിന്റെ ബേസിൽ നിന്നും ഏകദേശം ഒരു 30% മൂവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ടൂറിസം ഫിനാൻസ്. ഇത് നമുക്ക് ഇതിന്റെ ബേസിൽ നിന്നും
25% വന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റേജ് 2ന്റെ പ്രത്യേകത. സ്റ്റേജ് 2ൽ സ്റ്റോക്സ് വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന മൂവ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക് പോയിന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അതുകൂടാതെ നമ്മുടെ ബ്രേക്ക് പോയിന്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഡീറ്റെയിൽസിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു. ഹാപ്പി ട്രേഡിംഗ്.